നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ ബുധൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 69 ദിവസമായിട്ട് ബുധൻ നീചരാശിയിലായിരുന്നു, അതായത് മീനം രാശിയിലായിരുന്നു. മീനം രാശി ബുധൻ്റെ നീചരാശിയാണ്. അപ്പോൾ ഒരു ഗ്രഹം നീചരാശിയിൽ വരുമ്പോൾ അതിൻ്റെ ഫലം കിട്ടത്തില്ല, അതായത് നീചസ്ഥിതേ അധപ്പതനം എന്നാണ് പ്രമാണം. അപ്പോൾ അതിൻ്റെ അധപ്പതിച്ചു പോകുന്നു, ശക്തി ഉണ്ടാകുന്നില്ല. ബുധൻ എന്നുള്ള ഗ്രഹമാണ് ഒരു വ്യക്തിക്ക് മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ബുദ്ധിശക്തി, അതായത് IQ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എഴുതുന്നതിനുള്ള കഴിവ്, മതിയായ കാര്യങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു പബ്ലിക് ഇൻട്രാക്ഷനോടെയൊക്കെ ജോലിയെടുക്കുന്ന ആൾക്കാർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ ഒരു കാലഘട്ടം ആയിരുന്നില്ല കഴിഞ്ഞ 69 ദിവസവും ബുധൻ നൽകിയിരുന്നത്. എന്നാൽ ഇന്ന്, അതായത് മെയ് മാസം 7-ാം തീയതി ബുധൻ മേടം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മേടം രാശിയും ബുധൻ്റെ ശത്രുരാശിയാണ്, അത്ര ഗുണകരമായ രാശിയല്ല. എങ്കിലും കഴിഞ്ഞ 69 ദിവസം ഉണ്ടായിരുന്നതിനേക്കാളിലും ഒരു വലിയ മാറ്റം ഈ ഒരു രാശി മാറ്റത്തോടു കൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി എടുക്കുന്ന ആൾക്കാർ, കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ. അത് മെയ് മാസം 23-ാം തീയതി വരെ ബുധൻ ഇവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മേടം രാശിയിൽ സൂര്യൻ ഇരിക്കുകയാണ്. സൂര്യൻ 14-ാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ 7 മുതൽ 14 വരെയുള്ള ഒരു ചുരുങ്ങിയ ദിവസം, അതായത് ഒരാഴ്ച കാലം, ബുധനും ആദിത്യനും കൂടി, സൂര്യനും കൂടി ഒരുമിച്ച് വരുമ്പോൾ ബുധ ആദിത്യ യോഗം എന്നൊരു യോഗം ഉണ്ടാകുന്നു. ബുധ ആദിത്യ യോഗം എന്ന് വെച്ചാൽ അത് വളരെ നല്ലൊരു യോഗമാണ്. ബുധനുമായിട്ട് ചേർന്നിരിക്കുന്ന സൂര്യൻ, അതിനുശേഷം സൂര്യൻ മാറിക്കഴിഞ്ഞാലേ ബുധന് ശക്തിയും ഉണ്ടാവുകയുള്ളൂ. കാരണം പാപനായ സൂര്യനുമായിട്ട് യോഗം കൂടുകയാണ്. അപ്പോൾ അതൊരു ഡീമെറിറ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു കുറച്ച് ഈ 69 ദിവസത്തെ അപേക്ഷിച്ച് കുറച്ച് ഗുണങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ 12 രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാർക്ക് അവരുടെ 3, 6 ഭാവങ്ങളുടെ അധിപതിയായ ബുധനാണ് മേടം രാശിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബുധൻ്റെ ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിമിത്തം മേടൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന്, സഹോദരങ്ങളുമായിട്ട് ചേർന്ന് തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ കലഹങ്ങൾ എന്ന് പറയാം, അതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളുമായിട്ട് ചേർന്നും എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന സമയമാണ്. മേടൻ രാശിക്കാർക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ബുധൻ്റെ ഈ രാശി മാറ്റം. മനോഹരം എന്ന് പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ട്, സഹോദരങ്ങളുമായിട്ട് തർക്കമുണ്ടാകുമെന്ന് പറഞ്ഞു, അപ്പോൾ പിന്നെ മനോഹരമാകുന്നില്ലല്ലോ. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാവും മേടൻ രാശിക്കാർക്ക് ഉണ്ടാവുക. കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരുടെ 2, 5 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 12-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ബുധൻ്റെ ഈ ഒരു സഞ്ചാരം ഇടവൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല. അപ്പോൾ ധനപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഗപീഠകൾ ഉണ്ടായിട്ട്, അസുഖങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുക, മരുന്നിന് വേണ്ടി കാശ് ചെലവാക്കുക, ഇതിനൊക്കെ ഉള്ള സാധ്യത. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്, ഇടവൻ രാശിയിൽപ്പെട്ട ആൾക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്, കുഞ്ഞുങ്ങളുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ അവരെക്കുറിച്ച് ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 1/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഥുനം രാശിയുടെ അധിപതി ബുധനാണ്. അതുപോലെ തന്നെ 4-ാം ഭാവാധിപതിയും ബുധനാണ്. ആ ബുധൻ 11-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം ഉണ്ടാകുന്നത്. അതായത് നമുക്ക് സഹായങ്ങൾ, എവിടെന്നെങ്കിലുമൊക്കെ സഹായങ്ങൾ, പ്രത്യേകിച്ച് 4-ാം ഭാവാധിപതി അമ്മയുടെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. അമ്മയുടെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഷെയർ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ്. വാഹനങ്ങൾ വാങ്ങുന്നതിന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. ഈശ്വര പ്രാർത്ഥന വർദ്ധിക്കുന്ന ഒരു സമയം. ക്ഷേത്രങ്ങൾ, തീർത്ഥയാത്രകളൊക്കെ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയം. പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്ന ഒരു സമയം. മിഥുനം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈ ഒരു രാശി മാറ്റം. അടുത്തത് കർക്കിടകൻ രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകൻ രാശിയുടെ 3, 12 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ
10ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കർമ്മരംഗത്ത് മുന്നേ ഞാൻ പറഞ്ഞു, പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി എടുക്കുന്ന ആൾക്കാരുടെ ഗ്രഹമാണ് ബുധൻ എന്ന് പറഞ്ഞു. പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായ ഒരു സമയമായിരിക്കും. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം, ധനപരമായിട്ട് ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അത്ര ഗുണകരമായിരിക്കുകയില്ല. സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾ, കഫം, ശബ്ദോടപ്പ്, തൊണ്ടവേദന ആദിയായ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. കർമ്മരംഗത്ത് പക്ഷേ വളരെയധികം ഉയർച്ചയുണ്ടാകും. വിദേശവുമായി ബന്ധപ്പെട്ട് പഠനത്തിന് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സമയവും കൂടിയാണിത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ചിങ്ങം രാശിയുടെ 2, 11 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല സമയമാണ്. പരീക്ഷാ വിജയങ്ങളുണ്ടാകും. എന്തെങ്കിലും ലീഡർഷിപ്പുകൾ, അതായത് നമ്മൾ ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെയെല്ലാം വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ രോഗങ്ങൾ അലട്ടുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ചിലവുകൾ കുറച്ച് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. പൊതുവിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യം നല്ലോണം കിട്ടുന്ന ഒരു സമയമായിരിക്കും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധന്റെ രാശിമാറ്റം. അടുത്തത് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നി രാശിയുടെ അധിപതി ബുധനാണ്. അതുപോലെ തന്നെ 10ാം ഭാവാധിപതിയും ബുധനാണ്. ഈ ബുധൻ 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. പുത്രന്മാരെ കൊണ്ട് സൗഖ്യമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും, കളത്ര സുഖമുണ്ടാകും. പക്ഷേ കഫവുമായി ബന്ധപ്പെട്ട്, അതായത് കണ്ടത്തിന് മുകളിലോട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, കഫം, ശബ്ദോടപ്പ്, തൊണ്ടവേദന, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ലങ്സിന് ഗോൾ ബ്ലാഡർ പോലുള്ള ഓർഗൻസിന് എന്തെങ്കിലും വിഷയങ്ങൾ, ലിവറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ, സ്കിന്നിലെ ചെറിയ കുരുക്കൾ പോലെയോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന്, ഡാൻഡ്രഫ് മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലവും കൂടിയാണ് ഇത്. അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. തുലാം രാശിയുടെ 12, 9 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖമാദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മളെ അടുത്ത കൂട്ടുകാരുമായിട്ടൊക്കെ ചേർന്ന് തർക്കം, അഭിപ്രായ വ്യത്യാസം എന്നിവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്വത്ത് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു സമയം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്കുള്ള സമയമാണിത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പായി പോകുന്നതിന്, അതായത് ക്വസ്റ്റ്യൻ അതിന് ആൻസർ ചെയ്യാതെ അതിൽ നിന്ന് മാറിപ്പോകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. വിചാരിക്കുന്ന രീതിയിൽ നന്നായിട്ട് ആൻസർ ഷീറ്റിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അർത്ഥം. അപ്പോൾ തുലാം രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല ഇത്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചികൻ രാശിക്കാരുടെ 11, 8 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കാര്യങ്ങളിലെ വിജയമുണ്ടാകുന്ന ഒരു സമയം. കൂട്ടുകാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ, പ്രയോജനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ പ്രമോഷൻ, ശമ്പള കൂടുതൽ മുതലായവയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, കൺസൾട്ടൻസികൾ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയം. പബ്ലിക് ഇൻട്രാക്ഷനോട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ് ബുധന്റെ ഈ രാശിമാറ്റം കൊടുക്കുന്നത്. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരുടെ 10, 7 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ധനുരാശിക്കാരുടെ 5ാം ഭാവത്തിലൂടെയാണ് ബുധന്റെ സഞ്ചാരം. ഭാര്യപുത്രാദികളുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. എന്നാൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇൻ്റർവ്യൂ ആദിയായ കാര്യങ്ങളിൽ അപ്പിയർ ചെയ്യുന്ന ആൾക്കാർ, കൺസൾട്ടൻസികൾ, അതുപോയിട്ടിരിക്കുന്ന ആൾക്കാർ, ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ, ഇങ്ങനെയൊക്കെയുള്ള സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലിയെടുക്കുന്ന ആൾക്കാർ, ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിയുടെ 9, 6 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബന്ധുക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം. പിതൃസ്വത്ത് അനുഭവിക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയം. മകരം രാശിക്കാർക്ക് മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ബുധന്റെ ഈ രാശിമാറ്റം.
അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയുടെ 8-5 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കഫവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് അവിടെ പരീക്ഷകളിലെ മാർക്ക് കുറവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമായിരിക്കും ബുധന്റെ ഈ രാശിമാറ്റം കൊടുക്കുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. ഉരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനം രാശിക്കാരുടെ 7-4 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മീനം രാശിക്കാർക്ക് ഇവിടെ ഇപ്പോൾ 7-2 ശനി അനുഭവിക്കുകയാണ്. വളരെ നല്ല സമയമാണ്. ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം. അവരുടെ വാക്കിനെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ മാതൃസ്വത്ത്, അതുപോലെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങളോ അങ്ങനെയൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം. വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയം. അങ്ങനെ ഈ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ബുധന്റെ ഈ രാശിമാറ്റം. എന്നാൽ ഒരു ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ, ഈ മെയ് മാസം 23-ാം തീയതി വരെ മാത്രമേ ബുധൻ ഈ മേടം രാശിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ബുധൻ ദോഷകാരകനായിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ ബുധന്റെ പ്രീതി വരുത്തുന്നതിനായിട്ട് പച്ച നിറത്തിലുള്ള പച്ചപ്പട്ട്, തുളസിമാല, അതുപോലെ തന്നെ കദളിപ്പഴം മുതലായവ വാങ്ങിച്ചു കൊടുക്കുന്നതും, ഇതര മതസ്ഥര് ദാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ പച്ച നിറത്തിലുള്ള സാധനങ്ങൾ, ഹൽവ, പച്ച ഹൽവ, ഇങ്ങനെയൊക്കെ ഉള്ളത്, കദളിപ്പഴങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ദാനങ്ങൾ നടത്തുന്നത്, അതായത് പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് ബുധനെ തൃപ്തിപ്പെടുത്തുക. ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ സേവിക്കുന്നതും, അല്ലെങ്കിൽ ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നതും എല്ലാം നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുന്നത് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതായിരിക്കും. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബുദ്ധിയുടെ ഉദ്ദീപനം ഉണ്ടാകുകയും നന്നായിട്ട് പരീക്ഷകൾക്കും മറ്റുള്ളതിനും അപ്പിയർ ചെയ്യുന്നതിനും സാധിക്കും. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.